ഹൈക്കോടതി പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ ദിശയെക്കുറിച്ച് തന്നെ ചോദ്യം ചെയ്തിരിക്കുന്നു. സംരക്ഷകർ തന്നെ വിനാശകരായി മാറിയ അപൂർവങ്ങളിൽ അപൂർവമായ കേസ്. SITക്കെതിരെ അങ്ങനെ വാളെടുത്ത ഹൈക്കോടതി നീക്കത്തിന് പിന്നാലെ തുരുതുര 1, 2, 3 എന്ന രീതിയിൽ ഓരോരുത്തരെയും അറസ്റ്റ് ചെയ്യുകയാണ് അന്വേഷണ സംഘം. പ്രധാന പ്രതികളെ തന്നെ ഇതുവരെയും പിടികൂടാതെ, അറസ്റ്റ് രേഖപ്പെടുത്താതെ എന്ത് തരത്തിലുള്ള അലംഭാവമാണ് ഈ അന്വേഷണ സംഘം കാട്ടുന്നത്? ED കൂടി രംഗപ്രവേശം ചെയ്തതോടെ കാര്യങ്ങൾ കളി മാറുമെന്ന കാര്യത്തിൽ സംശയമൊന്നും തന്നെയില്ല. SITക്ക് നേരെ ഹൈക്കോടതി പൊട്ടിത്തെറിച്ച ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണുവാൻ സാധിക്കുന്നത്. കേസിലെ പ്രതികളുടെ ജാമ്യ ഹർജി തള്ളിക്കൊണ്ടുള്ള ഹൈക്കോടതി ഉത്തരവിലാണ് ഗുരുതരമായ ഈ പരാമർശങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ അന്വേഷണ സംഘത്തിന്റെ അലംഭാവമാണ് അതിൽ പ്രധാന കാരണം. പത്മകുമാർ പ്രസിഡന്റായ ബോർഡിലെ മറ്റംഗങ്ങൾ അവരൊക്കെ തന്നെ എങ്ങനെയാണ് കുറ്റവാളികളല്ലാതായത്? ആ അംഗങ്ങൾക്ക് ക്രിമിനൽ ഉത്തരവാദിത്തമുണ്ടെന്നും KP ശങ്കർദാസിലേക്കും N വിജയകുമാറിലേക്കും എന്തുകൊണ്ട് അന്വേഷണം പോകാതിരുന്നു? അവരെ എന്തിന് സംരക്ഷിച്ചു? അത് ഗുരുതരമായൊരു വീഴ്ചയല്ലേ എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഹൈക്കോടതി ശക്തമായി തന്നെ പ്രതികരിച്ചിരിക്കുന്നത്. ശബരിമല സ്വർണ്ണ ഉരുപ്പടികളിൽ ഉണ്ടായ തിരിമറിയും അതുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകളുമൊക്കെ ഗൗരവകരമാണെന്നുള്ള കാര്യം കോടതി വിലയിരുത്തിയതിന് പിന്നാലെയാണ് ഈ നീക്കം നടത്തിയതും. എന്തുകൊണ്ട് അന്വേഷണ സംഘത്തിന് ഇതൊന്നും മനസ്സിലാകുന്നില്ല? മനസ്സിലായാലും മനസ്സിലായില്ല എന്ന് നടിക്കുന്നതാണോ മുഖ്യമന്ത്രിയുടെ ഈ പോലീസ് സംഘം? അന്വേഷണം ഉന്നതരിലേക്ക് എത്താതിരിക്കാൻ വേണ്ടി ഏതെങ്കിലും തരത്തിലുള്ള ശ്രമം നടക്കുന്നുണ്ടോ? ഇനി എന്ത് തന്നെ സംഭവിച്ചാലും അന്വേഷണം ഉന്നതരിലേക്ക് നീങ്ങണമെന്ന നിർദ്ദേശം കർശനമായി കോടതി നൽകിയിരിക്കുകയാണ്. SITയെ ഇപ്പോൾ സംശയ നിഴലിലേക്ക് ഹൈക്കോടതി തന്നെ കൊണ്ടെത്തിച്ചിരിക്കുന്നു. ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ ഇനി അന്വേഷണ സംഘം മുന്നോട്ട് പോകുന്നെങ്കിൽ പോലും ചില ഇടപെടൽ അത് കോടതിയെ പോലും സംശയിപ്പിക്കുന്നു. കൂടാതെ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തൊട്ടു പിന്നാലെ ഒരു നിർണായക അറസ്റ്റ് നടത്തിയിരിക്കുന്നു. സ്മാർട്ട് ക്രിയേഷൻ CEO ആയിട്ടുള്ള പങ്കജ് ഭണ്ഡാരിയെയും തട്ടിയെടുത്ത സ്വർണം വാങ്ങിയ ബെല്ലാരി ഗോവർദ്ധനുമാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്. ദ്വാരപാലക ശില്പത്തിൽ നിന്നും സ്വർണം വേർതിരിച്ചത് ഭണ്ഡാരിയുടെ കമ്പനിയാണ്. ശില്പങ്ങളിൽ നിന്നും വേർതിരിച്ച സ്വർണം വാങ്ങിയത് ഗോവർദ്ധനും. പോറ്റിയും ഭണ്ഡാരിയും തമ്മിൽ അടുത്ത ബന്ധമുണ്ട്. ഇത്രയും കാലം ഇത് അറിഞ്ഞിട്ടും എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്തില്ല? ഹൈക്കോടതി ഇങ്ങനെ ഒരു താക്കീത് തരാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. ED സംഘം അന്വേഷണം ഏറ്റെടുക്കാൻ വേണ്ടി വെമ്പൽ കൊള്ളുകയായിരുന്നു. ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളികൾ അഴിച്ചെടുത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വർണം പൂശാൻ കൊടുത്തുവിട്ട തീരുമാനം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കൂട്ടായൊരു തീരുമാനമായിരുന്നു. അന്നത്തെ, അതായത് 2019 ബോർഡ് മെമ്പർമാരായിട്ടുള്ള ശങ്കർദാസ്, N വിജയകുമാർ എന്നിവരെ എന്തിനൊഴിവാക്കിയെന്ന ചോദ്യമാണ് കോടതി ഉയർത്തിയത്. കാരണം പത്മകുമാറിനെ പോലെ തന്നെ ഈ 2 ബോർഡ് മെമ്പർമാരും കുറ്റകൃത്യത്തിൽ ഒരുപോലെ തന്നെ പങ്കെടുത്തവരാണ്. അവരുടെ അറിവോടുകൂടി തന്നെയാണ് ഈ നീക്കം നടന്നിട്ടുള്ളത്. പിന്നെ അവർ മാത്രം എങ്ങനെ ഇതിൽ സത്യസന്ധരായി മാറി? നിരപരാധികളാകും. ഇതിൽ പത്മകുമാറിനെ മാത്രമേ പ്രതി ചേർത്ത നടപടി സ്വീകരിച്ചിട്ടുള്ളൂ. എന്തുകൊണ്ട് മറ്റുള്ളവരെ അറസ്റ്റ് ചെയ്തില്ല? മറുപടിയില്ലായിരുന്നു SITക്ക്. അവരെ കാര്യമായി ചോദ്യം ചെയ്തതായിട്ടും രേഖകളിലൊന്നും തന്നെ കാണാൻ കഴിഞ്ഞിരുന്നില്ല. അതായത് ഉന്നതർ എന്ന് പറയപ്പെടുന്ന ചിലരെ സംരക്ഷിക്കാനുള്ള നടപടി SIT തന്നെ കൈക്കൊണ്ടു. അന്വേഷണത്തിൽ തന്നെ ഏറ്റവും വലിയൊരു പോരായ്മയായി കോടതി ചൂണ്ടിക്കാട്ടിയ ഒരു വിഷയമാണ്. മറ്റു പ്രതികളുടെ ജാമ്യം തള്ളിക്കൊണ്ടുള്ള ഉത്തരവിലാണ് ജഡ്ജി ഇക്കാര്യം എടുത്തു പറഞ്ഞിട്ടുള്ളത്. ദേവസ്വം സ്വത്തുക്കൾ സംരക്ഷിക്കാൻ ബാധ്യസ്ഥരായവരാരൊക്കെ അവർ തന്നെ അത് നശിപ്പിക്കാൻ കൂട്ടുനിന്നു. സംരക്ഷകർ തന്നെ വിനാശകരായി മാറുകയാണെന്നും കോടതി എടുത്തു പറഞ്ഞു. ഒരു പുണ്യക്ഷേത്രത്തിലെ വിഗ്രഹങ്ങളിലും തിരുവാഭരണങ്ങളിലും പതിപ്പിച്ചിരുന്ന സ്വർണം അവിടുത്തെ അധികാരികൾ തന്നെ ചേർന്ന് ദുരുപയോഗം ചെയ്തുവെന്ന ആരോപണം ഇതുവരെ തന്നെ കേട്ടുകേൾവിയില്ലാത്തതും ഗൗരവതരമാണെന്നുമാണ് കോടതി ഉത്തരവിൽ പറഞ്ഞത്. കേസിലാസ്പദമായ സംഭവങ്ങൾ ലക്ഷക്കണക്കിന് അയ്യപ്പ ഭക്തരുടെ മതപരമായ വികാരങ്ങളെ ആഴത്തിൽ തന്നെ മുറിവേൽപ്പിക്കുന്നതാണ്. ശബരിമല സ്വർണ്ണക്കവർച്ചാ കേസുകളിലെ പ്രതികളായ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് N വാസു, മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബു, ദേവസ്വം ബോർഡ് മുൻ കമ്മീഷണർ KS ബൈജു എന്നിവരുടെ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ടാണ് ഹൈക്കോടതി ഉത്തരവിട്ടത്. സ്വർണം പൂശിയ നിലയിലുണ്ടായിരുന്ന ദ്വാരപാലക വിഗ്രഹങ്ങളും കട്ടിളകളും വെറും ചെമ്പ് പാളികളെന്ന് തെറ്റായി രേഖപ്പെടുത്തി ബോധപൂർവം സ്വർണം തട്ടിയെടുക്കാനുള്ള ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ടുള്ള നടപടി ഇതിനെയാണ് കോടതി ചോദ്യം ചെയ്തിരിക്കുന്നത്. ദേവസ്വം മാനുവൽ പ്രകാരം സ്വർണ്ണ ഉരുപ്പടികൾ കൈകാര്യം ചെയ്യുമ്പോൾ പാലിക്കേണ്ട കർശനമായ നിയമങ്ങൾ, അതായത് അളവ്, തൂക്കം എന്നിവ പരിശോധിച്ച് സ്മിത്തിനെ നിയമിച്ച് അങ്ങനെയൊക്കെയുള്ള നടപടിക്രമങ്ങൾ ചെയ്യാതെ ഈ പ്രതികൾ നിയമം ലംഘിച്ചിരിക്കുന്നു. അത് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിഞ്ഞുവെന്നാണ് ജാമ്യം തള്ളിയുള്ള ഉത്തരവിൽ പറയുന്നത്. ബോർഡ് അംഗങ്ങൾ ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥരുടെ പങ്കാളിത്തമില്ലാതെ ഇത്രയും വലിയൊരു സ്വർണ്ണവേട്ട ഒരു തരത്തിലും നടക്കില്ല. അന്വേഷണം ഇനിയും
വൻ സ്രാവുകളിലേക്കും ഉന്നതരിലേക്കും എത്തണമെന്ന കാര്യത്തിൽ സംശയമില്ല, എത്തിച്ചിരിക്കണം. അന്വേഷണത്തിൽ വിവേചനം കാണിക്കരുതെന്നും ചില പ്രധാന പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നതിൽ അന്വേഷണ സംഘം കാണിക്കുന്ന കാലതാമസത്തിലും അലംഭാവത്തിലും കടുത്ത അതൃപ്തി കൂടിയാണ് കോടതി നിലവിൽ പറഞ്ഞിരിക്കുന്നത്, ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. അഴിമതി സമൂഹത്തെ ബാധിക്കുന്ന ക്യാൻസറാണ്. ഇത്തരം കേസുകളിൽ കോടതികൾ സമാന്തരമായ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിച്ചേ മതിയാകൂ. പ്രതികൾ സ്വാധീന ശക്തിയുള്ള മുൻ ദേവസ്വം ഉദ്യോഗസ്ഥരായതുകൊണ്ട് തന്നെ അവർക്ക് ജാമ്യം കൊടുക്കുന്നത് അത് സാക്ഷികളെ സ്വാധീനിക്കാനും തെളിവുകൾ നശിപ്പിക്കാനും ഇടയാക്കുമെന്നാണ് കോടതി പറയുന്നത്. അന്വേഷണ പരിധിയിൽ നിന്നും ചില കുറ്റവാളികളെ ഒഴിവാക്കുകയാണോ എന്നും കോടതി എടുത്തു ചോദിച്ചിട്ടുണ്ട്. ദേവസ്വം ബോർഡ് അംഗങ്ങളായിട്ടുള്ള ശങ്കർദാസ്, വിജയകുമാർ എന്നിവരുടെ പങ്കാളിത്തം അതെന്തായിരുന്നാലും ഇതിൽ കൊണ്ടുവരേണ്ടതുണ്ട്. അറസ്റ്റ് നടപടിയിലേക്ക് കടക്കണമെങ്കിൽ അത് നടത്തുക തന്നെ ചെയ്യണം. അന്വേഷണ ഉദ്യോഗസ്ഥനായിട്ടുള്ള SP S ശശിധരൻ ഈ വിഷയങ്ങൾ പരിശോധിക്കണമെന്നാണ് കോടതി പറയുന്നത്. കേസിലെ പ്രതികളുടെ ജാമ്യഹർജി പരിഗണിക്കവേ നേരത്തെയും കടുത്ത നിലപാട് ഹൈക്കോടതി ഇതുപോലെ തന്നെ കൈക്കൊണ്ടിട്ടുണ്ടായിരുന്നു. നേരത്തെ 2 മുൻകൂർ ജാമ്യഹർജികളായിരുന്നു ഉണ്ടായത്. അതിൽ ഒന്ന് ദേവസ്വം ബോർഡിന്റെ സെക്രട്ടറി ആയിരുന്ന ജയശ്രീയുടെ കാര്യത്തിലും S ശ്രീകുമാറിന്റെ കാര്യത്തിലുമായിരുന്നു. ജയശ്രീ ആകട്ടെ സുപ്രീം കോടതിയിൽ പോയി നിലവിൽ താൽക്കാലികമായി അറസ്റ്റ് ചെയ്യരുതെന്നും അതുപോലെ ജാമ്യഹർജി നേടിയെടുക്കുകയുമാണ് ചെയ്തിരിക്കുന്നത്. എന്തായിരുന്നാലും ഇതൊക്കെ തള്ളി ഹൈക്കോടതി ഇരുവർക്കുമെതിരെ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് നേരത്തെ ചൂണ്ടിക്കാട്ടിയിരുന്നു. അത് വൈകിയതിലും കോടതി പ്രത്യേക അന്വേഷണ സംഘത്തിനെതിരെ രൂക്ഷമായ വിമർശനം ഉന്നയിച്ചിരുന്നു. അതുകൊണ്ട് തന്നെയാണ് സുപ്രീം കോടതിയിലടക്കം ജയശ്രീക്ക് എത്താനുള്ളൊരു അവസരം അന്വേഷണ സംഘം തുറന്നിട്ടതുപോലെ വ്യാഖ്യാനിക്കാവുന്നത്. നേരത്തെ സെഷൻസ് കോടതി ഇവരുടെ ജാമ്യഹർജി തള്ളിയിരുന്നു. ശ്രീകോവിലെ കട്ടളപ്പാളികൾ ചെമ്പുപാളികൾ എന്ന പേരിൽ സ്വർണം പൂശാൻ കൈമാറിയ കേസിലായിരുന്നു 3ാം പ്രതിയായ N വാസു ജാമ്യഹർജിയുമായി എത്തിയത്. കട്ടളപ്പാളിയിലെ സ്വർണ്ണപ്പാളികൾ ചെമ്പാണെന്ന് എഴുതാൻ കമ്മീഷണറായിരുന്ന N വാസുവാണ് നിർദ്ദേശം നൽകിയതെന്നാണ് കണ്ടെത്തിയത്. അതോടെ കേസിൽ പ്രതിയാക്കി. ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളികൾ കൈമാറിയ കേസിൽ 2ാം പ്രതിയും ശ്രീകോവിലിന്റെ കട്ടളപ്പാളികൾ കൈമാറിയതിൽ 6ാം പ്രതിയുമാണ് മുരാരി ബാബു. 7ാം പ്രതിയാണ് KS ബൈജു. 2019 മഹസർ തയ്യാറാക്കുന്ന സമയത്തും പാളികൾ 1ാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പക്കൽ കൊടുത്തുവിട്ട സമയത്തും ബൈജു ആയിരുന്നു തിരുവാഭരണം കമ്മീഷണർ. മുരാരി ബാബുവും ബൈജുവും 2 കേസുകളിലും ജാമ്യഹർജി കൊടുത്തു. അതിനിടയിൽ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ പ്രധാന പ്രതിയായ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറിയായ S ജയശ്രീയുടെ അറസ്റ്റാകട്ടെ ഏറ്റവും ഒടുവിൽ അങ്ങ് സുപ്രീം കോടതി വരെ എത്തി. സുപ്രീം കോടതി അത് താൽക്കാലികമായി തടഞ്ഞിരിക്കുകയാണ്. ജസ്റ്റിസുമാരായിട്ടുള്ള ദിവാങ്കർ ദത്ത, അഗസ്റ്റിൻ ജോർജ് മസീഹ് എന്നിവരടങ്ങിയ ബെഞ്ചാണ് അറസ്റ്റ് തടഞ്ഞിരിക്കുന്നത്. ജനുവരി 8, 9 തീയതികളിൽ സ്വർണ്ണക്കൊള്ള അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകണമെന്നാണ് സുപ്രീം കോടതി ജയശ്രീയോട് നിർദ്ദേശിച്ചത്. അന്വേഷണവുമായി പൂർണ്ണമായി സഹകരിക്കണം. 2013 മുതൽ വൃക്ക സംബന്ധമായ അസുഖത്തിന് ചികിത്സയിലാണെന്നും അതുകൊണ്ട് മുൻകൂർ ജാമ്യം അനുവദിക്കണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു ജയശ്രീ സുപ്രീം കോടതിയെ സമീപിച്ചത്. മുൻകൂർ ജാമ്യാപേക്ഷയിൽ സംസ്ഥാന സർക്കാരിന് സുപ്രീം കോടതി നോട്ടീസ് അയച്ചിട്ടുണ്ട്. ജയശ്രീക്ക് വേണ്ടി സീനിയർ അഭിഭാഷകൻ PV സുരേഷ് കുമാർ, അഭിഭാഷകനെ കാർത്തിക് എന്നിവരാണ് ഹാജരായത്. സംസ്ഥാന സർക്കാരിന് വേണ്ടി സ്റ്റാൻഡിംഗ് കൗൺസിൽ CK ശശി, അഭിഭാഷക മീന K പൗലോസ് എന്നിവർ ഹാജരായി. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ തീരുമാനങ്ങൾ സെക്രട്ടറി എന്ന നിലയിൽ നടപ്പിലാക്കുക മാത്രമേ താൻ ചെയ്തുള്ളൂ എന്നാണ് സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്ത മുൻകൂർ ജാമ്യാപേക്ഷയിൽ ജയശ്രീ ചൂണ്ടിക്കാട്ടിയത്. 1982 തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ ജോലി ലഭിച്ചത്. 2017 ബോർഡ് സെക്രട്ടറിയായി. ഈ കാലയളവിൽ ഒന്നും ശബരിമലയുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിലും ഇടപെട്ടിട്ടില്ല. മുൻകൂർ ജാമ്യഹർജിയിൽ കൃത്യമായി ഇക്കാര്യം പറയുന്നുണ്ട്. അതുകൊണ്ട് ദയവായി മുൻകൂർ ജാമ്യം നൽകണമെന്ന അഭ്യർത്ഥന കൂടിയാണ് ജയശ്രീ മുന്നോട്ട് വെച്ചത്. ന്യൂസ് ഡെസ്ക് മലബാർ ടൈംസ്.